ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ച. നിങ്ങളിത് കാണുന്ന നേരത്ത് പാച്ചൂട്ടൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും കേട്ടോ. അവൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടാവും. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കുട്ടിയുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച തൊട്ട് നമ്മൾ ഈ വിവരം അറിഞ്ഞ അന്ന് തൊട്ട് ഓരോ ദിവസവും നാളെ എന്താഴ്ച, മറ്റന്നാൾ എന്താഴ്ച, ഇനി 5 ദിവസം, ഇനി 4 ദിവസം, ഇനി 3 ദിവസം, ഈ ഒരൊറ്റ ചിന്തയിലായിരുന്നു ഓരോ ദിവസവും. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നാളെ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ദിവസമായി. അങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കുരുക്കഴിക്കുന്ന മാതാവിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. കാരണം നമുക്കെല്ലാവർക്കും പേടിയാണ് ഈ അനസ്തേഷ്യ എന്ന് പറഞ്ഞ സംഭവം. നമുക്കൊക്കെ ഒത്തിരി പേടിയുള്ള കൂട്ടത്തിലാണല്ലോ. ഒരാൾക്ക് നല്ല എല്ലാവർക്കും അതൊരു ടെൻഷനുള്ള കാര്യം. അങ്ങനെ എന്താ പറയുക, മാതാവ് എല്ലാം ഭംഗിയായിട്ട് നടത്തി തരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. അങ്ങനെ നേരം വെളുത്തു. അപ്പോൾ ഇന്ന് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾക്ക് സമ്മർ ക്യാമ്പൊക്കെ കഴിഞ്ഞല്ലോ, ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും സമാധാനമായിട്ടാണ് എണീറ്റത് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇന്നലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഓടിക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ഡോണിന് അസൗകര്യമായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നും പറ്റില്ല. ഇനിയിപ്പോൾ പാച്ചുവിൻ്റെ എല്ലാം കഴിഞ്ഞ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന്, അപ്പോൾ ഈ സമയത്തൊന്നും ഞങ്ങൾക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ ഭാഗങ്ങൾ നമ്മളുടേതായ ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാച്ചുവിൻ്റെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോകണം, പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെയായി. ഇപ്പോൾ രാവിലത്തെ പരിപാടികൾ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ അപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് അടുത്തൊരു പരിപാടിക്ക് അപ്പോൾ ഞാൻ എൻ്റേതായ കാര്യങ്ങൾക്ക് വേണ്ടി നിന്നു. ഡിവൈൻ ഭക്ഷണം കഴിച്ച് സമാധാനത്തിലിരിക്കണു. ഡിമ്പിൾ അതുപോലെ എന്തോ ഓരോ കാര്യമൊക്കെ ചെയ്യണു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡോൺ വിളിച്ചത്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി തിരുമ്മാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ എടുത്ത് ഞാൻ തുണി തോരയിട്ടു. അങ്ങനെ ഡാഡി പ്ലേറ്റിങ്ങിന് പോയി. അങ്ങനെ എല്ലാവരും അവരവരുടേത് കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴാണ് ഡോൺ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞത്, നമുക്കെന്നാൽ ഇന്ന് തന്നെ പോവാം, ഇനിയിപ്പോൾ കുട്ടിയുടെ ഇതെല്ലാം കഴിയുമ്പോൾ ലേറ്റ് ആവില്ലേ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് 25-ആം തീയതി 33 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓരോ 33 ദിവസം കഴിയുമ്പോഴും നമുക്ക് ഓരോ എന്താ പറയുക, ഓരോ കാര്യങ്ങൾക്ക് നന്ദി പറയാനും അപേക്ഷിക്കാനും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ, എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് അടുപ്പിച്ച് 33 പോണത് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കുറേ നന്ദി പറയാനായിട്ടാണ് നമ്മൾ ഓരോ വട്ടവും പോകാറുള്ളത്. കുറേ പേരുടെ അപേക്ഷകളും കുറേ പേരുടെ നന്ദി പറയാനും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ പോവുക. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോലും അറിയാത്ത 1-2 കാര്യങ്ങൾ ഞാനത് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു വിഷമം എനിക്ക് നല്ലോണം ഉണ്ട്. അങ്ങനെ കുട്ടികൾ ഈ സമയത്തൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ പാച്ചുവിൻ്റെ ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു 33 ദിവസവും കൂടിയും അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഡോൺ വിളിച്ച് പറഞ്ഞു. ആ നേരത്തെ ചോറ് അടുപ്പത്താണ്, അരി ഇട്ടിട്ടുണ്ട്. കറികളൊക്കെ പിന്നെ ഇന്നലെ തന്നെ കുട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മുട്ട കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പുഴുങ്ങിയതിൻ്റെ ബാക്കിയാണ്. ഇന്നലത്തെ കറികൾ എടുത്ത് പുറത്ത് വെച്ചിട്ടില്ല, കാരണം ഇങ്ങനെ പോകുന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെ 11:15 കഴിഞ്ഞിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ചോറ് ഊറ്റിയൊക്കെ കഴിഞ്ഞ സമയത്താണ് വിളിച്ച് പറഞ്ഞത്, നമുക്ക് ഇപ്പോൾ പോകാമെന്ന്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, കാരണം ഇനി ഒരു ദിവസമില്ല. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അവനെയും കൊണ്ട് പുറത്ത് പോകാൻ പറ്റുകയെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ കയ്യോടെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ പോകാനായിട്ട് പുറപ്പെട്ടു. അപ്പോൾ എപ്പോഴും കുട്ടികളുള്ളത് കൊണ്ട് എപ്പോഴും 2 ബാഗ് ഉണ്ടാവും. അവരുടെ വെള്ളവും അവരുടെ പാലും ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഞാൻ പറയും, ഞാൻ ഇപ്പോൾ ഇവരെ കളിയാക്കും, നിങ്ങൾ പോകുമ്പോൾ കൂടെ ഒരു ബാഗും കയ്യിലുണ്ടെന്ന് കണ്ടോ. ഓരോരുത്തർ 3 പേരുടെ ബാഗാണ്, 3 പേരുടെയും കുഞ്ഞു ബാഗുകൾ 3 കയ്യിലുണ്ടാവും കേട്ടോ. അങ്ങനെ 3 ആൾ തുള്ളിച്ചാടി. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പോകുമ്പോൾ ഒരു ട്രിപ്പ് പോലെയാണ് അവർ. അപ്പോൾ സാധാരണ ഇന്ന് അപർണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ശരിക്കും സത്യം അങ്ങനെയാണ്. ഓരോ പ്രാവശ്യം ഞങ്ങൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അവിടെ പോയിട്ട് വന്ന പിറ്റേ ദിവസം ഞങ്ങളൊരു ട്രിപ്പ് പതിവുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോകാണ്ട് ഡിവൈനും ഡോണും പിള്ളേരും കൂടിയിട്ട് തന്നെ, അല്ല എനിക്ക് തോന്നുന്നു ആൻസറും കൂടി ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അവരെല്ലാവരും കൂടി ഒരു പോക്ക് പോയി, ഞങ്ങൾ പോയില്ല. അപ്പോൾ ഈ നാളെ ഞാൻ കളിയാക്കി പറയായിരുന്നു, നാളെ ട്രിപ്പ് പോണത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ
ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര മഴക്കാർ കേട്ടോ. നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇതാ ഇപ്പോൾ പെയ്യുമെന്ന് വിചാരിക്കും. പക്ഷേ തിരിച്ച് വന്ന് നോക്കിയപ്പോൾ വീട്ടിൽ മഴയൊന്നും പെയ്തിട്ടില്ല. കാരണം ആ ഇഷ്ടികയുടെ മുകളിൽ നിങ്ങൾക്കറിയാമല്ലോ, വെള്ളം കെട്ടി കിടക്കും, ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയി കുറച്ചിടെ എത്തിയപ്പോൾ ഇവിടെ മഴ പെയ്തു. ഞങ്ങൾ പോകുന്ന വഴിയിൽ മഴ പെയ്തു കേട്ടോ. അത് ചെറിയ മഴയല്ല, നല്ല വലിയ മഴ തന്നെയായിരുന്നു. പക്ഷേ കുറച്ച് ഇട എത്തി കഴിഞ്ഞപ്പോൾ ഒട്ടും മഴയില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മറ്റേ സഹൃദയുടെയൊക്കെ അതിലേ പോയപ്പോൾ, എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും മറക്കും, അത് കൊടകര. അവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ഭയങ്കര എന്തോ, എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ കേട്ടോ. കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ മനസ്സിൽ ഭയങ്കര ഭാരമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പോരണ പോലെ എനിക്ക് തോന്നുന്നതാണോ എന്നറിയില്ല. പക്ഷെ നമ്മുടെ പിള്ളേരൊക്കെ അങ്ങനെ പറയും കേട്ടോ. കുഞ്ഞൊരു പള്ളിയാണ്, പക്ഷേ എന്താ പറയുക, നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സമാധാനം. കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ ആരും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെഴുകുതിരി കൊണ്ടുപോയിട്ട് എനിക്ക് കത്തിക്കാൻ പറ്റാണ്ട് ഞാൻ മടക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ മറന്നുപോയി കത്തിക്കാനായിട്ട്, വണ്ടിയിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ മറക്കാണ്ട് അതാണിത് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് ആദ്യം അത് കത്തിക്കാനായിട്ട് വന്നു. കാരണം ഇപ്പം മഴയില്ല, ഇനി മഴ പെയ്താൽ എനിക്കതൊരു തടസ്സമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഞാനത് കത്തിക്കാനായിട്ടാണ് വന്നത് കേട്ടോ. എനിക്കത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കൃതജ്ഞത, നമ്മൾ നന്ദി പറയാമെന്ന് പറയില്ലേ, അങ്ങനെ കത്തിക്കാനായിട്ടുണ്ടായിരുന്ന വഴിപാടാണ്. ഇന്ന് ദേ കുർബാന ചൊല്ലിക്കുക. ഞാനിപ്പോൾ കുറേ മാസങ്ങളായിട്ട് ഇവിടെയാണ് മരിച്ചവരുടെ കുർബാനയും ഇതൊക്കെ ചൊല്ലിക്കുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അവിടെ ഓഫീസൊക്കെ അവധിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ന് മറ്റേ അവധിയായിരുന്നത് കൊണ്ടായിരിക്കണം, പള്ളി ഓഫീസും മറ്റേ ഇതും ഒക്കെ അവധിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇപ്രാവശ്യം ആരും ഒന്നും അപേക്ഷ എഴുതിയിട്ടില്ല കേട്ടോ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞില്ലേ, കുറേ നന്ദി പറഞ്ഞു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സാലെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ അവിടെയും ഉണ്ട് ഔസേപിതാവിൻ്റെ രൂപമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഔസേപിതാവിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ടല്ലോ, പണ്ട് തൊട്ടേ ഔസേപിതാവ് എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ്റെ എന്താ പറയുക മധ്യസ്ഥനാണ്. അപ്പച്ചൻ എപ്പോഴും പ്രാർത്ഥിക്കുക ഔസേപിതാവിനോട്. അപ്പോൾ ആദ്യമായിട്ട് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കണത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ രൂപം ഇതാണ്. അപ്പോൾ ഇവിടെയാണിത്, അപേക്ഷയുണ്ടാവും, കൃതജ്ഞതയുണ്ടാവും. അപ്പോൾ നമ്മൾ അപേക്ഷകൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഇടുക, കൃതജ്ഞത എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തിടുക. എന്നിട്ട് ഇതാണ് അതിൻ്റെ സുഹൃത ജപം. കുരുക്കഴിക്കുന്ന പരിശുദ്ധ കന്യകാമറിയമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അഴിച്ചു മാറ്റണമേ. ഇത് ശരിക്ക് അങ്ങനെ രാവും പകലും എന്നുള്ള പോലെ നമ്മൾ ഇത്ര തവണ എണ്ണണം എന്നൊന്നുമില്ല കേട്ടോ. 33 തവണ എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ എണ്ണൊന്നും വേണ്ട. നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചൊല്ലി വരുമ്പോൾ 33 അതിനധികമോ അതിലിപ്പോൾ ഒരെണ്ണം കുറഞ്ഞു എന്ന് വെച്ചിട്ട് മാതാവ് ഒന്നും പറയില്ല കേട്ടോ. അങ്ങനെ ചൊല്ലി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നും, നമ്മുടെ കുരുക്കുകളെ കഴിയണമെന്നുള്ളത്. അപ്പോൾ ഒരു കാർന്നർ വന്നിരിക്കണമൊക്കെ, ഞാനൊന്ന് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ, എണീക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറയണത് ഇപ്പോൾ സെൻറ്റൻസുകൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും പറഞ്ഞു എന്നാൽ ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓഫീസും കാര്യങ്ങളൊക്കെ അവധിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ, അപ്പോഴേക്കും ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ ഔസേപിതാവിൻ്റെ അവിടേക്ക് പോയി. ഒറ്റ വഴിയാണ്, പക്ഷേ രണ്ടും 2 സ്ഥലമാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ ഔസേപിതാവിൻ്റെ അവിടെ പോയി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഇവിടെ നിറച്ച് മാങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം കുറേയൊക്കെ കഴിഞ്ഞു, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഡിവൈനും പറയും, ഡിവൈനാണ് മാങ്ങയുടെ ആൾ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് മാങ്ങയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ പള്ളിയിൽ. പക്ഷേ പള്ളി എപ്പോഴും തുറന്നിടും, അതിപ്പോൾ നമ്മളുടെ പള്ളികളൊക്കെ അങ്ങനെയാണല്ലോ. അങ്ങനെ ഞങ്ങളിതാ പള്ളിയിലേക്ക് കയറി. അവിടെയും ഈ പറഞ്ഞ പോലെ ചെറുതായിട്ട് മഴ ചാറുണ്ടായിരുന്നു. പോകുമ്പോൾ അത്ര വലിയ കുഴപ്പമുണ്ടായില്ല, വരുമ്പോൾ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അങ്ങനെ കയറിയപ്പോൾ ആരുമില്ല പള്ളിയിൽ. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സ്വസ്ഥമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴും ഒരു അരമണിക്കൂർ മുമ്പ് പോകുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് എന്തോ ഒരു ആശ്വാസമാണ്, ഏകാന്തതയിൽ പ്രാർത്ഥിക്കുക എന്നല്ലേ പറയുക. അപ്പോൾ അത് ശരിയാണ് കേട്ടോ പറയണത്. അങ്ങനെ എല്ലാവരുടെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയുക ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് മടങ്ങിയിട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പിള്ളേർ ഈ പറഞ്ഞ പോലെ 3 പേരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആരും ഉണ്ടായിരുന്നില്ല, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം 3 പേരും ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് തോമു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ സാധാരണ പള്ളികളിലേക്ക് പോകൽ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയേണ്ട പ്രായമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ
അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയും, അല്ലെങ്കിൽ ഓടും. വേറെ കളിയൊന്നുമല്ല, അവർ ഓടും. അപ്പം മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അധിക ഭാഗം അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇന്നിപ്പം കൊണ്ടുപോകാണ്ട് നിവൃത്തിയില്ല നമുക്ക്. പിന്നെ ഇപ്പോൾ പാച്ചുവിനെ ഒന്ന് അവിടെ ഒന്ന് കുമ്പിടിക്കണം. കുട്ടികൾ സ്കൂൾ തുറക്കാറായി. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ട് കുട്ടികളെയും കൊണ്ട് പോയത് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അടുത്ത 33 ദിവസം കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് നടത്തി തരണേന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ അപേക്ഷകളൊക്കെ അവിടെ കാഴ്ചവെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ മാതാവുണ്ട്, ഔസേപ്പിതാവിൻ്റെ അവിടെ ഔസേപ്പിതാവിൻ്റെ അവിടെ മാതാവിൻ്റെ അവിടെ ഔസേപ്പിതാവുണ്ട്. അങ്ങനെയാണല്ലോ, മാതാവ് എവിടെയുണ്ടോ അവിടെ ഔസേപ്പിതാവ് ഉണ്ടാവുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇതാ ഇറങ്ങുമ്പോഴാണ് ചെറിയ മഴയിൽ ഇങ്ങനെ ചാറ്റൽ മഴയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാച്ചുവിനെ പേടി, കാരണം പാച്ചുവിന് നാളെ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. അങ്ങനെ തലയൊക്കെ തുടച്ച് ഞങ്ങൾ നനഞ്ഞൊന്നുമില്ല കേട്ടോ, എന്നാലും മഴച്ചാറിൽ ചെറുതായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയില്ലേ സുരു ബേക്കറി, അതായത് ഇപ്പോൾ നമ്മളുടെ ഇവിടെ ദയാ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ക്ലിനിക്ക് ഉണ്ടല്ലോ, അതുണ്ടായിരുന്നത് ഈ സുരു ബേക്കറി ആയിരുന്നു. അത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ദയയുടെ ക്ലിനിക്കായിട്ടുള്ളത്. അപ്പോൾ ജോർജേട്ടൻ ഇപ്പോൾ ഇവിടെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കണ്ട ഓർമ്മയുണ്ടാവും. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, കൂൾ ഡ്രിങ്ക്സ്, ജ്യൂസ് ഐറ്റംസ്, സ്നാക്സ്, പിന്നെ ബേക്കറി എല്ലാം ഉണ്ട്. കുഞ്ഞി തൊട്ട് ഏത് സംഭവം ചോദിച്ചാലും ജോർജേട്ടൻ്റെ അവിടെയുണ്ട്. ഇവിടെ ആയിരിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഐശ്വര്യമുള്ളൊരു കട. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ, അപ്പോൾ കുട്ടികൾക്ക് അവിടുത്തെ സമോസ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ പഴംപൊരിയാണ് കഴിച്ചേട്ടോ. അങ്ങനെ ജോർജേട്ടനെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അടുത്ത 33ാമത്തെ ദിവസം ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടോ. പിന്നെ അവിടെ നിന്ന് വേറെ എവിടെയും ഹോൾട്ടില്ല, നേരെ വീട്ടിലേക്കായിരുന്നു. കാരണം വീട്ടിൽ നമ്മൾ ഓൾറെഡി ചോറും കറികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്നുള്ളൊരു യാത്ര ചെയ്തുകൊണ്ട് സമയം കുറേ ലേറ്റായി. പിന്നെ രാവിലെ ഹെവി ആയിരുന്നു, മുട്ടക്കറിയായിരുന്നു, കുറേ ലേറ്റായിട്ടാണ് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വലിയ വിശപ്പൊന്നും വന്നില്ല. പിന്നെ ജോർജേട്ടൻ്റെ അവിടുന്ന് സ്നാക്സും ചായയും കുടിച്ചപ്പോൾ ഒരുവിധം വിശപ്പ് മാറുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഇവരുടെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട്, അപ്പോൾ ഞങ്ങൾ പാച്ചുവിൻ്റെ ചിരിയും കളിയും കാണുമ്പോൾ പറയായിരുന്നു നാളെ തൊട്ടപ്പോൾ ഭയങ്കര പെയിൻ ഉണ്ടാവും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നമ്മൾ ചെയ്യണമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാതും അതാത് സമയത്ത് തമ്പുരാൻ കാണിച്ചു തരിക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും എന്തെങ്കിലും അസുഖങ്ങൾ ചിലവർക്കുണ്ട്, വയറുവേദന, പുറം വേദന, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ, വയറുവേദന വരുമ്പോൾ അത് മാറണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഞാൻ പറയാം, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്താണ് ആ വയറുവേദനയ്ക്കുള്ള കാരണം എന്ന് നമുക്ക് കാണിച്ചു തരാനാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയും. അപ്പോൾ അതുപോലെ നമുക്ക് അതാത് സമയത്ത് അതാത് കാര്യങ്ങൾ ഇതിൻ്റെയാണ് കേട്ടോ, അതിൻ്റെയാണ് കേട്ടോ എന്ന് കാണിച്ചു തരുന്നുണ്ടല്ലോ. അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം കാണിച്ചാലല്ലേ അതിനുള്ള ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാലേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ അത് മനസ്സുകൊണ്ട് വിചാരിച്ച കാര്യമല്ല. പക്ഷേ എന്താ പറയുക, കുറച്ച് കുട്ടികൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അയ്യോ ശരിയാണല്ലോ എന്ന്. പക്ഷേ നമുക്ക് പറയാം, തിരുത്താം. പക്ഷേ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമമാണ്. അത് പ്രത്യേകിച്ച് നമ്മളോട് ഒരു ബന്ധമില്ലാത്ത, ഒരിക്കലും നമ്മളറിയാത്ത, അങ്ങനെ ഒരു വല്ലാത്തൊരു ഭാഷയിൽ പറയുമ്പോൾ നമുക്കത് ഭയങ്കര വിഷമം തോന്നും. അങ്ങനെ ഒരു വിഷമമുള്ള കാര്യമാണ് ഇന്ന് എനിക്കുണ്ടായത് കേട്ടോ. അപ്പോൾ അത് ഞാൻ പറയാം. അങ്ങനെ ഞങ്ങളിത് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പാച്ചുവിനെ കൊണ്ട് മുടി വെട്ടാൻ പോവുകയാണ് കേട്ടോ. മുടി വെട്ടി പിന്നെ അവന് ഒരു എന്താ പറയുക 1-2 സംഭവങ്ങൾ വാങ്ങിക്കാനും എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കൂടിയിട്ട് പിന്നെ കെസ് ബേബിയുടെ അടുത്ത് പോകണം. അപ്പോൾ നാളെ രാവിലെ ആകുമ്പോൾ അത് എളുപ്പമല്ല. അപ്പോൾ ഇന്നെല്ലാം കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അവർ ഡാഡിയും മോളും പാച്ചും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പരിപാടികളിലേക്ക് കടന്നു. അപ്പോൾ ഇന്ന് ഞാൻ കിടക്കാനൊന്നും നിന്നില്ല, കാരണം കിടന്നു കഴിഞ്ഞാൽ കുറേ ലേറ്റാവും. അപ്പോൾ ഞാൻ പാലക്കയുടെ കുറേ ഓണായി തുടങ്ങിയില്ലേ, പാലക്കയുടെ കുറേ കളക്ഷൻസ് പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് മുമ്പും എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ആദ്യം ചോദിച്ച സമയത്തൊന്നും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ്. കുറേ പേര് ചോദിച്ചതനുസരിച്ച് അമ്മമാർക്ക് വേണ്ടിയിട്ട് റീസ്റ്റോക്ക് ചെയ്തായിട്ടാണ് കേട്ടോ. പിന്നെ ലോക്കൽ സംഭവമുണ്ട്. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കണ്ടറിയാം, ഇതുമ്പോൾ വരയുണ്ടാവും. അതായത് ഒറിജിനൽ പാലക്കയാണ്. ഇനി ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ, ഇതിലുണ്ട്.
അങ്ങനെ ഞാൻ ദേ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഗോതമ്പ് നുറുക്ക് ഗോതമ്പുണ്ട്, അതുകൊണ്ട് അതൊന്ന് വേവിച്ച് കുറച്ച് മാറ്റി വെക്കാം. കാരണം കുറച്ച് ദിവസം എനിക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനതങ്ങനെ കഴുകി. അപ്പോൾ അത് വലിയ നുറുക്കായിരുന്നു. അപ്പോൾ ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തു, ജസ്റ്റ് ഒറ്റ തിരിയിട്ടോ, കൂടുതലൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഇട്ടു, കാരണം ഇത് ഭയങ്കര വലിപ്പം കൂടുതൽ തോന്നി. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വേവിക്കാൻ ഇത്തിരി പാടാം. അപ്പോൾ ഞാൻ അതുപോലെ പട്ടികൾക്കുള്ള ഇറച്ചി ചോറ് വെക്കാനായിട്ട് അരി കഴുകി അതും അടുപ്പത്തിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ ഭാഗം ഒന്ന് ഒതുക്കാം. കാരണം ഓരോ വശം ഒതുക്കി കഴിഞ്ഞാൽ ആ എനിക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ വല്ല കാര്യങ്ങളിൽ ഏർപ്പെടും. അപ്പോൾ പിന്നെ എങ്ങനെയാ വെച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലൊന്നും നിൽക്കില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പണികൾ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമുള്ള പണികൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാറില്ല, എനിക്ക് ഒതുക്കലാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. അപ്പോൾ ഞാൻ ഓരോ കുപ്പികളും എടുത്ത് അതൊന്ന് തുടച്ച്, അതായത് ഉള്ളിൽ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ക്രീം ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ നാളെ ചിലപ്പോൾ വേറെ വല്ല ബിസ്ക്കറ്റോ അപ്പോൾ അതിൻ്റെ പൊടിയോ ഉണ്ടാവും. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം അതൊന്ന് വെറുതെ ഒരു ടിഷ്യൂ എടുത്ത് തുടച്ച് കഴിഞ്ഞിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ ആ കുപ്പി അവിടെ ക്ലീനായിട്ട് നിൽക്കും. ആ സമയം കൊണ്ടാന്ന് വെച്ചാൽ പട്ടികൾക്കുള്ള ചോറ് അവിടെ വേവും, ഗോതമ്പ് ഇത് ഞാൻ നുറുക്ക് ഗോതമ്പ് ഇട്ടുണ്ടല്ലോ അതും റെഡി ആയിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു ഒരു ഗ്ലാസ് കാപ്പിയും കൂടി കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഹോർലിക്സ് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു, പൊട്ടിച്ചിടാൻ മറന്ന് കിടക്കായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒതുക്കിയപ്പോഴാണ് അത് കണ്ടത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ടു. അങ്ങനെ ഓരോ ഭാഗം. അപ്പോൾ ഇത് ചമ്മന്തിപ്പൊടിയിലെ ചെപ്പിൽ റസ്കിൻ്റെ പൊടിയാണ്. നമ്മൾ റസ്ക് ഇങ്ങനെ ഇടുമ്പോൾ പൊടി, അപ്പോൾ അത് ഞാൻ പൊടി ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കണ്ടു, ഇതിൻ്റെ അടിയിലൊക്കെ പൊടിയുണ്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുപ്പിയിലാക്കി വെക്കും. മറ്റേത് ഓട്സ് വറുത്ത് പൊടിച്ചതാണ്, അതായത് ഒന്ന് പഴകിയത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓട്സൊക്കെ എങ്ങനെയാ വെച്ചാൽ ഫ്രഷായിട്ട് കഴിക്കണം, വല്ലാണ്ട് ഇതായിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാനത് വറുത്ത് പൊടിച്ച് വെച്ചിട്ട് ഇവർക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി കൊടുക്കാറ് പതിവട്ട ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും റസ്ക് പൊടിയും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ച് ചമ്മന്തിപ്പൊടിയുടെ കുപ്പി തുടച്ച് അവിടെ വെച്ചു. ഇനി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് വേണം അതിൽ ഫില്ല് ചെയ്യാനായിട്ട്. അങ്ങനെ എല്ലാം തുടച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം ഒരേ ഭാഗം ഞാൻ സാധാരണ വർഷക്കാലത്താണ് കേട്ടോ ഒതുക്കാൻ നിൽക്കുക. വർഷക്കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പണിയെടുത്താലും നമുക്ക് വയ്യാണ്ടാവില്ല, ഉഷ്ണിക്കില്ലല്ലോ. പക്ഷേ ഇന്ന് ചൂടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ മറ്റേ അസറ്റോൺ എടുത്തിട്ട് കംപ്ലീറ്റ് ഇതുമലത്തെ തുടയ്ക്കായിരുന്നു. അപ്പോഴേക്കും ആ കുപ്പിയിലത്തെ അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ പണി പകുതിയിൽ വെച്ച് നിന്നു. എന്നാലും എന്താ പറയുക, ഞാൻ ഉള്ളത് വെച്ചിട്ട് എഴുതി അത് അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ കുറേ തരം ചായപ്പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി മുകളിലത്തെ തുടയ്ക്കണമെങ്കിൽ ഇനിയിപ്പോൾ എനിക്ക് ഡാഡി വന്നിട്ട് വേണം, അസറ്റോൺ എവിടെ ഇരിക്കണേന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം, ഗിവ് യുവർ സൈലൻസ് ടു ദോസ് ഹൂ ഡിസ്റെസ്പെക്റ്റ് യു, ഗിവ് യുവർ വേർഡ് ടു ദോസ് ഹൂ റെസ്പെക്റ്റ് യു. നമ്മളെ ബഹുമാനിക്കാത്തവരോട് നമ്മൾ മിണ്ടാണ്ടിരിക്കുക നല്ലത്, ബഹുമാനിക്കുന്നവരോട് നമ്മൾ സംസാരിക്കുക. ഇതാണ് ശരിക്കും ഇന്നും ഞാനതാണ് പറയാൻ വന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളോട് ബഹുമാനമുള്ളവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളോട് ശാസനാരൂപം ഉണ്ടാവില്ല നമ്മളോട്, എന്നാലും അങ്ങനെ ചെയ്തില്ലല്ലോ എന്നേ പറയുള്ളൂ. അതേസമയം നമ്മളോട് ഒട്ടും ബഹുമാനമില്ലാത്തവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ നേരെ കയർത്ത് സംസാരിക്കും. അപ്പോൾ കയർത്ത് സംസാരിക്കുന്നവരോട് ഏറ്റവും നല്ല ആയുധം നമ്മൾ മിണ്ടാണ്ട് നിൽക്കുക, സൈലൻസാണ് ഏറ്റവും നല്ലത്. അല്ലാത്തടത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ തിരിച്ച് നല്ല മറുപടി സമാധാനത്തിൽ പറയും. അതാണ് ഈ പറഞ്ഞത്. ഇന്നത്തെ ഒരു ദിവസം ഇത് തന്നെ ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര മനസ്സിന് വിഷമമായ ഒരു കാര്യം എന്ന്. സത്യം പറഞ്ഞാൽ ഇന്ന് മുസ്ലിം പെരുന്നാളാണ് ഒക്കെ എനിക്കറിയാം, പക്ഷെ ഞാനതെൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി എന്നല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഓരോ ദിവസവും രാത്രിയിൽ ഓർത്ത് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ മറന്നുപോയതാണ് സത്യത്തിൽ. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴെങ്കിലും ഞാനൊന്ന് ഓർക്കേണ്ടതായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വന്ന തെറ്റാണ്. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്നോട് പേഴ്സണലി പറഞ്ഞു, ആൻറ്റി ഫോണിൽ 1-2 മെസ്സേജുകൾ എടുക്കേണ്ട, ആൻറ്റി വിഷ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്തു, അയ്യോ ഞാനത് മറന്നുപോയി, അങ്ങനെ ഒരു സംഭവം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പറയുക, എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം ഞാനത് മറക്കാൻ പാടില്ലല്ലോ. അത് നമ്മൾ എന്ത് ആഘോഷമായാലും എപ്പോഴും ഞാൻ മറക്കും കേട്ടോ. ഇപ്പോൾ ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും ചിലപ്പോൾ ബർത്ത്ഡേകളായാലും ഒക്കെ ഞാൻ മറക്കും. കാരണം നമ്മൾ ഈ രാത്രിയിൽ വന്ന് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തിക്കും തിരക്കടിച്ച് ആ പരിപാടി കഴിച്ച്, പ്രത്യേകിച്ച് ഈ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പാച്ചുവിൻ്റെ കാര്യം മാത്രമാണ് നമ്മളുടെ മനസ്സിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ. അത് കഴിഞ്ഞ ഒരാഴ്ചയിലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയറിയാം.
ഒന്ന് രണ്ട് പേരെന്നോട് ചോദിച്ചു, എന്താ ആൻറ്റി മറ്റേ ഇതില്ലല്ലോ, ലെങ്ത് ഇല്ല, പറയണ കാര്യങ്ങളൊന്നും ശരിയല്ല, എന്താ ആൻറ്റി അസ്വസ്ഥതയാണോ എന്നൊക്കെ ചോദിച്ചവർ കുറേ പേരുണ്ട്. എന്നെ ഈ 4-5 വർഷമായിട്ട് എന്നെ ഏറ്റവും അടുത്തറിയുന്ന കുട്ടികളൊക്കെ ചോദിച്ചവരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, എൻ്റെ മനസ്സറിഞ്ഞ് ചോദിക്കണ്ടല്ലോ എന്ന്. പക്ഷേ ഒരു കുട്ടി ഇന്ന് ആ കുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്, ഇന്നിപ്പോൾ എൻ്റെ പേര് ഇങ്ങനെ പറയും എന്നുണ്ട്. പക്ഷേ ഞാനതൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, അത് വേണ്ട, എന്തിനാ, ആ കുട്ടിക്ക് എന്നെ അറിയില്ല. പക്ഷേ പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മനം അറിയാണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുക. പക്ഷെ അത് വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്കത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒറ്റ മക്കളോടും നീ അങ്ങനെയാണോ, ഒരു വലിപ്പ ചെറുപ്പം അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു ജാതിയും മതവും നോക്കിയിട്ടോ ഒന്നുമല്ല ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഞാൻ സംസാരിക്കാറുള്ളത്. എല്ലാവരും ഇപ്പോൾ ഈ കാണുന്ന നമ്പർ ഉണ്ടല്ലോ, ഈ 8330023240 എന്നുള്ള നമ്പർ, ഈ നമ്പറിലേക്ക് എല്ലാവരും, ഇന്ന ജാതി മതമൊന്നൊന്നുമില്ല, എല്ലാവരും എനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്, അവരുടെ സന്തോഷം പറയാറുണ്ട്, അവർ മക്കൾ ജയിച്ചത് പറയാറുണ്ട്. എല്ലാവർക്കും ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, എൻ്റെ എല്ലാ വീഡിയോസും എടുത്തു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കമൻസും വായിച്ച് അതിനൊരു ലൈക്കോ അല്ലെങ്കിൽ ഒരു ലവോ എന്തെങ്കിലും ഇടും. അത്രയും പറ്റാണ്ടായാൽ മാത്രമാണ് ഇടാണ്ട് എന്നാലും പിറ്റേ ദിവസമെങ്കിലും ഞാൻ ഇട്ടിരിക്കുക, അത് ഉറപ്പാണ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് വന്നിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ 1-2 കമൻസ്, അപ്പോൾ കുറേ കുട്ടികൾക്ക് സങ്കടമായിട്ട് എന്നോട് പറഞ്ഞു, അയ്യോ ആൻറ്റി ഇതെങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു സാരമില്ല. എന്നിട്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആയിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കുട്ടി തോമു കളിക്കുന്ന സമയത്താണ് ഞാൻ ചെയറുമ്പോൾ ഇരുന്നിട്ട് മെസ്സേജ് നോക്കുന്നത്. അപ്പോൾ അതിൽ കണ്ട ഒരു കമൻ്റാണിത്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തത്. നാളെ മിക്കവാറും നിങ്ങളെ കുറ്റം പറഞ്ഞായിരിക്കും വീഡിയോ ഇടുന്നത്. നിങ്ങളോട് വേർതിരിവ് കാണിക്കുന്ന ആളുകളുടെ വീഡിയോ എന്തിനു കണ്ട് വ്യൂസ് കൊടുക്കണം? പിന്നെ ചിലർ അങ്ങനെയാണ്, അവർ പുറമേ ഭയങ്കര പ്രസംഗം നടത്തും, പക്ഷേ ദൈവം ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ അറിയാതെ കാണിച്ചു തരും. സോ ബെറ്റർ സ്റ്റേ അവേ ഫ്രം സച്ച് പീപ്പിൾ. എനിക്കത് കേട്ടപ്പോൾ ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി കുറ്റം പറഞ്ഞുകൊണ്ട് നാളെ വീഡിയോ ഇടുന്നുള്ളത്. ഞാനിത് കുറ്റം പറഞ്ഞിട്ടോ, പക്ഷേ ഇത് ആദ്യം പറഞ്ഞ കുട്ടിയും അത് അതിൻ്റെ ഇടയിൽ ഉള്ള കുട്ടികളൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട്, അയ്യോ ആൻറ്റി അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ഈ കുട്ടി ഇത് മാത്രമല്ല, കുറേ കമൻസ് ഇനിയും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ഞാനപ്പോൾ ഒന്നിനും ആദ്യത്തേൻ്റെ 1-2 മറുപടി ഞാൻ പറഞ്ഞു. പിന്നെ ആ കുട്ടി ഇങ്ങനെ വല്ലാണ്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ നോ കമൻറ്റ്സ്, അതായത് എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാനായിട്ടൊന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ പരസ്യമായിട്ട് മറ്റു കുട്ടികളോട് ഞാൻ പറഞ്ഞു, സോറി മക്കളെ, എനിക്ക് വേറൂറുണ്ടായിട്ടല്ല, മനസ്സിൽ നിന്ന് വിട്ടുപോയതാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയണു, ഞാൻ എൻ്റെ മനസ്സാ വാച, ഞാൻ എന്താ പറയുക, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഈ കുട്ടി പറഞ്ഞത്. അതായത് എന്തിന് കാണണു എന്നൊക്കെ ചോദിച്ചത്. നിങ്ങൾക്ക് അറിയാം, ഈ കുട്ടി പുതിയ കുട്ടിയാണെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. പക്ഷേ എന്നെ എല്ലാ ദിവസവും കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കറിയാം ഞാൻ എങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരോടും പെരുമാറാറുള്ളതെന്നും സംസാരിക്കാറുള്ളതെന്നും, യൂസർ ചേച്ചി ഒഴിച്ച്. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് എല്ലാ കുട്ടികളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ബിസിനസ് നമ്പർ ആയാൽ പോലും എല്ലാവരും വോയിസ് കോള് നമ്മൾ എടുക്കില്ല, കാരണം സൈലൻറ്റിലാണ്. പക്ഷേ എന്ത് മെസ്സേജ് അയച്ചാലും ഞാനത് കാണും, ഞാനതിന് അപ്പാപ്പ് റിപ്ലൈ കൊടുക്കും. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും കൊടുക്കാണ്ടിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഇമോജിയെങ്കിലും ഇടാണ്ടിരിക്കില്ല. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് കേട്ടപ്പോൾ, കാരണം ഇതൊരു എന്താ പറയുക, ഒരു വർഗീയതയിലേക്ക് പോകുന്ന പോലെ നമ്മൾ പറയില്ല, അറിഞ്ഞും കൊണ്ട് ഒരു വർത്താനം ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് ഒരു കുട്ടി അതിൽ പറഞ്ഞു, ആൻറ്റിക്ക് സങ്കടമായില്ലേ, വിഷമമായില്ലേ, സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് അതിനേക്കാളും സങ്കടമായി. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് മനസ്സിലായി ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ചെയ്ത കുട്ടിയോട് ഞാൻ പറയാം, പിന്നെ കുറ്റം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും ഒരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞാൽ അത് തെറ്റായ രീതിയിൽ തിരിച്ച് പറയാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, കുട്ടി ഞാൻ സങ്കടപ്പെടാനാണ് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുണ്ടെങ്കിൽ മോള് ജയിച്ചു. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു കുട്ടികളോട് ഞാൻ പറയണു, ഞാൻ കുറേ എന്താ പറയുക പറയാൻ വിട്ടുപോയതാണ് ഈദ് മുബാറക്ക് എന്നുള്ള സംഭവം. എനിക്ക് ബലിപെരുന്നാളിൻ്റെ കഥയൊക്കെ ആ കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ട് കമൻസിൽ.
നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ എന്താണ് ഈ വലിയ പെരുന്നാളിൻ്റെ ഐതിഹ്യം എന്നൊക്കെ ആ കുട്ടി അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അറിയാത്തവർക്ക് വേണമെങ്കിൽ അറിയാട്ടോ. അത്രയ്ക്കും കമൻസ് ഇട്ടിട്ടുണ്ട് ആ കുട്ടി. അപ്പം അങ്ങനെ അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് പറയണത് വരെ എനിക്ക് ഭയങ്കര മനസ്സിൽ കിടന്ന ഭയങ്കര ഒരു വിഷമമായിരുന്നു. എന്തിനാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എന്നെ ഒട്ടും അറിയാത്ത കുറേ ആൾക്കാരാണ് എനിക്കെതിരെ ഓരോ കാര്യങ്ങളും കൊണ്ട് വരാറ്. ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, എനിക്കറിയുന്ന കുട്ടികളെക്കുറിച്ച് പോലും ഞാൻ ഒന്നും എന്താ പറയുക, നമ്മൾ പറയും വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് പറയും. ഒരിക്കലും ഞാൻ പറയാറില്ല. അറിയുന്ന കാര്യങ്ങൾ പോലും ഞാൻ അപ്രിയ സത്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുക എന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. പക്ഷേ എന്തിനാണ് ഇങ്ങനെ അവിടെ അപ്പോഴും ഇപ്പോഴും ഓരോരുത്തരും എൻ്റെ മേലിങ്ങനെ വന്ന് പറയണേ എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. എന്തായാലും ആ മോള് എന്തായാലും ഒരു മുസ്ലിം കുട്ടിയല്ല, ആ കുട്ടിയുടെ പേരും മുസ്ലിം രീതിയിലല്ല. എന്തായാലും മോൾ എന്താണോ വിചാരിച്ചത് അത് ശരിയായി. കാരണം എന്നെ സങ്കടപ്പെടുത്താൻ അല്ലെങ്കിൽ എന്നെ ഒന്ന് ചൊടിപ്പിക്കാന്ന് വെച്ചാൽ, എനിക്ക് ചൊടിപ്പിക്കൽ എനിക്ക് അങ്ങനെ വരാറില്ല, എനിക്ക് സങ്കടം പെട്ടെന്ന് വരാറുണ്ട്. അപ്പോൾ അത് എന്തായാലും വന്നു. അപ്പോൾ മോൾക്ക് സമാധാനമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. മറ്റു കുട്ടികളോട് ഞാൻ സോറി പറയുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സ് ശരിയല്ലായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ മുമ്പും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എല്ലാത്തിനും കൂടി ഞാൻ ഒന്നും കൂടി സോറി പറയുകയാണ്. ഇനി വിഷയം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അപ്പോൾ ഞാൻ സോറി പറയുകയാണ്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പാച്ചൂട്ടന് വേണ്ടി ഉള്ള ഒരു ദിവസമാണ്. ആ ദിവസം ഈ കുട്ടി എന്നെക്കൊണ്ട് ഇതും കൂടി നിങ്ങളെക്കൊണ്ട് എന്താ പറയുക, നിങ്ങളോട് പറയിപ്പിച്ചു. എനിക്ക് സന്തോഷമുള്ളൂ. കാരണം നമ്മൾ എന്ത് കാര്യത്തിന് പോകുമ്പോഴും മനസ്സ് ശുദ്ധിയാവുക എന്നുള്ളതാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും പാച്ചൂട്ടന് വേണ്ടി പ്രാർത്ഥിക്കുക. നാളെ രാത്രി ഞാൻ പാച്ചൂട്ടൻ്റെ വിശേഷമൊക്കെ ആയിട്ട് വേഗം വരാം കേട്ടോ. ബൈ.